SK ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസ് ഹൈദരാബാദ് മാച്ച് റിവ്യൂ ആയിട്ടാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ടോസ് ലഭിച്ച ഹൈദരാബാദ് നായകൻ ഭുവനേശ്വർ കുമാർ രാജസ്ഥാൻ ആദ്യം തന്നെ ബാറ്റിംഗ് ഇറക്കുകയായിരുന്നു. ഓപ്പണിംഗ് ബാറ്റർമാരായിട്ട് വന്ന ജോസ് ബട്ട്ലറും ജയ്സ്വാളും ആദ്യ ഓവറിൽ ഒന്ന് പതറിയെങ്കിലും പിന്നിട്ട് കീറിയടിക്കുകയായിരുന്നു. പവർ പ്ലേ ഓവർ തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതിനിടയിൽ പൊഴുതി നിന്ന അഗർവാൾ ചഹലിൻ്റെ പന്തിൽ ലോങ് ഷോട്ട് ശ്രമിക്കവേ ബട്ട്ലറിൻ്റെ കൈകളിൽ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു. അഗർവാൾ 23 പന്തിൽ നിന്ന് 27 റൺസ് എടുത്തിരുന്നു. ഒരു ഘട്ടത്തിൽ 6-52 എന്ന നിലയിൽ തകർന്നിരിക്കുമ്പോഴാണ് ഇമ്പാക്ട് പ്ലെയറായി സമദ് ക്രീസിൽ വരുന്നത്. സമദ് റഷീദ് കൂട്ടുകെട്ട് 80 റൺസ് വരെ എത്തിച്ചിരുന്നു. ഇതിനിടയിൽ ചഹലിൻ്റെ പന്തിൽ റഷീദ് ബീറ്റനാവുകയും സഞ്ജു സ്റ്റംപ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഉമ്രാനുമായി സമദ് അവസാന ഓവറുകൾ നന്നായി കളിച്ചു. ഒടുവിൽ സമദ് 32 പന്തിൽ നിന്നും 32 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നപ്പോൾ ഉമ്രാൻ 8 പന്തിൽ നിന്ന് 19 റൺസ് എടുത്തു പുറത്താകാതെ നിന്നു. ഉമ്രാൻ്റെ ഇന്നിംഗ്സിൽ 2 സിക്സുകൾ പായിച്ചിരുന്നു. ഒടുവിൽ ടീം സ്കോർ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എടുത്തു. രാജസ്ഥാൻ ബോളിംഗ് നിരയിൽ ചഹൽ 17 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്തപ്പോൾ ഹൈദരാബാദ് ഓപ്പണർമാരെ കൂടാരത്തിൽ പറഞ്ഞയച്ച ബോൾട്ട് 21 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. ഓൾഡറും അശ്വിനും ഓരോ വിക്കറ്റ് നേടിയെങ്കിലും മലയാളി താരമായ കെ.എം. ആസിഫിന് വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല. കളിയിലെ താരമായി മാറിയത് ജോസ് ബട്ട്ലറാണ്. രാജസ്ഥാൻ്റെ അടുത്ത മത്സരം ഏപ്രിൽ 5 ഗുവാഹത്തിയിൽ വെച്ച് പഞ്ചാബിനെതിരെയും ഹൈദരാബാദിൻ്റെ അടുത്ത മത്സരം ഏപ്രിൽ 7 ലക്നൌവിൽ വെച്ച് LSGയെ നേരിടും. ഇതിനേക്കാൾ നല്ല വീഡിയോ കാണുന്നവരെ ഏവർക്കും